PV അൻവറിനോട് സ്വീകരിക്കേണ്ട നിലപാടിൽ ലീഗിൽ ഭിന്നതയും ആശയക്കുഴപ്പവും. PV അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ KM ഷാജി നിലമ്പൂരിൽ നടത്താനിരുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം നേതൃത്വം മുടക്കിയെന്ന ആരോപണം. നേതൃത്വത്തിനെതിരെ സൈബർ ഗ്രൂപ്പുകളിൽ രൂക്ഷ വിമർശനം. അതേസമയം പോസ്റ്ററുകൾ വ്യാജമെന്നും പരിപാടി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും ലീഗ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ വിശദീകരണം. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ലീഗ് നേതൃത്വത്തിൽ എന്ത് ആശയക്കുഴപ്പമാണ് ഇപ്പോൾ ഉള്ളത്? ഒപ്പം നിൽക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണോ? ഈ പരിപാടി ശരിക്കും പ്രഖ്യാപിച്ചതാണോ അതോ വ്യാജ പോസ്റ്ററാണോ? ഇത് സംബന്ധിച്ച് എന്ത് സ്ഥിരീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്? അതായത് രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും ചർച്ചയായ ആരോപണമായിരുന്നു അൻവർ ഉന്നയിച്ചത്. അതായത് എല്ലാ പാർട്ടികളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ നെക്സസ് നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ അൻവറിൻ്റെ ആരോപണത്തിന് പിന്നാലെ അതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ഒരു പരിപാടി പ്രഖ്യാപിക്കുന്ന തരത്തിൽ പോസ്റ്ററുകൾ വരുന്നു. നിലമ്പൂരിൽ KM ഷാജി എന്ന തരത്തിലായിരുന്നു ആ പോസ്റ്ററുകളൊക്കെ തന്നെ. നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടേതായി പറഞ്ഞ പോസ്റ്ററുകളാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിച്ചത്. പിന്നീട് ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. നേതൃത്വത്തിൻ്റെ അനുമതിയില്ലാതെ ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു ആരോപണം. പക്ഷേ അത് നിഷേധിച്ചുകൊണ്ട് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതായത് അത്തരം പോസ്റ്ററുകൾ വ്യാജമാണ്, അങ്ങനെ ഒരു പരിപാടിയെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം വ്യാജമാണ് എന്നുള്ളതാണ് ലീഗ് ഔദ്യോഗികമായി മണ്ഡലം കമ്മിറ്റി എന്തായാലും വിശദീകരിക്കുന്നത്. പക്ഷേ ഇത് ചർച്ചയാകുന്നത് പലതരത്തിലാണ്. നേരത്തെ തന്നെ PV അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്ന ആളായിരുന്നു ഈ ഒപ്പം നിൽക്കാമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന ആളാണ് ഈ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റായ CH ഇക്ബാൽ മുണ്ടേരി. അപ്പോൾ അത്തരത്തിൽ കൂടി ഒരു രാഷ്ട്രീയ വിവാദം വഴി തുറക്കുക തന്നെയാണ്. ലീഗിനെ സംബന്ധിച്ച് എന്താണ് ഒരു വ്യക്തമായ നിലപാട് എന്നുള്ള കാര്യം തന്നെയുണ്ട്. അത് നേതാക്കൾ ഉൾപ്പെടെ ഔദ്യോഗികമായി വിശദീകരിക്കേണ്ട കാര്യം തന്നെയാണ്. നേരത്തെ ഇക്ബാൽ മുണ്ടേരിയൊക്കെ തള്ളിക്കൊണ്ട് തന്നെ അത്തരത്തിൽ അങ്ങനെ സ്വാഗതം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് PMA സലാമൊക്കെ രംഗത്ത് വന്നത്. പക്ഷേ ഇനി ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ PV അൻവറിനെ PV അൻവറിൻ്റെ ആരോപണങ്ങൾ ഈ പ്രതിപക്ഷം ഏറ്റെടുക്കുന്നുണ്ട്. അതായത് അന്വേഷണം വേണമെന്നുൾപ്പെടെ ADGPക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നടപടി പറയുന്നുണ്ടെങ്കിൽ പോലും എന്താണ് PV അൻവറിൻ്റെ നിലപാടിനോടുള്ള സമീപനമെന്ന് പ്രതിപക്ഷം ഇപ്പോഴും പൂർണ്ണമായും വ്യക്തമാക്കാത്ത ഒരു സ്റ്റാൻഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അണികൾക്കിടയിൽ തന്നെ ഒരു വലിയ വിയോജിപ്പുണ്ടാക്കുന്ന തരത്തിലൊരു സംഭവം കൂടി വരുന്നത്. അത് ഒരു നെക്സസ് PV അൻവർ പറയുന്നത് ശരിയാണ്, അത്തരത്തിലൊരു നെക്സസ് ഉണ്ടതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അനുമതി നിഷേധിക്കപ്പെടുന്നത് എന്ന തരത്തിലുള്ള ഗുരുതര ഒരു ആരോപണം തന്നെ ഈ പ്രാദേശിക തലത്തിലുള്ള പാർട്ടി അണികളിൽ നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതൃത്വം ഇതിനെ ഏത് തരത്തിൽ ഇനി ഡീൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്.